നമസ്കാരം. ഇന്ത്യയിലെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമായതിനാൽ ചിക്കൻ നെക്ക് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശമാണ് സിലിഗുരു. 20 കിലോമീറ്റർ മാത്രം വീതിയുള്ള ആ സിലിഗുരുവിൽ തടസ്സമുണ്ടാക്കി ഇന്ത്യയുടെ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വേർപെടുത്തുക എന്നത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിലെ ഇസ്ലാമിക് മതമൗലികവാദികളുടെയും സ്വപ്നമാണ്. പക്ഷേ ഇനി ചിക്കൻ നെക്കിനെ വെട്ടിമുറിക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ ചില ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. ഇതിൽ ഞെട്ടിയിരിക്കുകയാണ് മുഹമ്മദ് യൂനസും ജമാഅത്തെ ഇസ്ലാമിയും പാകിസ്ഥാന്റെ രഹസ്യ ചാര സംഘടനയായ ISIയും. ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരു പ്രദേശത്ത് ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ സേന 12 അടി ഉയരമുള്ള പ്രത്യേക രൂപകൽപ്പന ചെയ്ത കരുത്തുറ്റ വേലി നിർമ്മിച്ചിരിക്കുകയാണ്. എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കാത്തതാണ് ഈ വേലി. 12 അടിയോളം ഉയരമുള്ളതിനാൽ ഇതിന് മുകളിൽ കയറി ഇന്ത്യയിൽ എത്തുക എളുപ്പമല്ല. ഇവിടെ ഹൈടെക് ക്യാമറകളും സ്ഥാപിച്ചിട്ട് ഉള്ളതിനാൽ നുഴഞ്ഞുകയറ്റത്തെയും ഏത് ആക്രമണ ശ്രമങ്ങളെയും ഈ ജാഗ്രതാ കണ്ണുകൾ തത്സമയം പകർത്തും. ഇതോടെ സിലിഗുരുവിലേക്ക് ബംഗ്ലാദേശിൽ നിന്നും എളുപ്പത്തിൽ കലാപകാരികൾക്ക് തള്ളിക്കയറി വരാനുമാകില്ല. മാത്രമല്ല, അവിടെ കർശന നിരീക്ഷണത്തോടെ ഇന്ത്യയുടെ അതിർത്തി രക്ഷാസേനയുടെ പട്ടാളക്കാർ പീരങ്കികളും തോക്കുമായി നിലകൊള്ളുകയാണ്. ഇവിടെ എന്ത് നീക്കമുണ്ടായാലും നിമിഷ നേരത്തിൽ ഇന്ത്യയുടെ മുഴുവൻ സേനയും ഇരച്ചെത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ ചിക്കൻ നെക്കിൽ ഒരുക്കിയിട്ടുള്ളത്. നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് 2020 പൗരത്വ ഭേദഗതി ബില്ലിനെതിരായ ദില്ലി കലാപത്തിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. സിലിഗുരുവിന്റെ അടുത്തുള്ള 5 ലക്ഷം മുസ്ലിം അവിടെ ചെന്ന് ഇന്ത്യയുടെ ചിക്കൻ നെക്കിനായി അറിയപ്പെടുന്ന ഈ ഇടുങ്ങിയ പ്രദേശത്ത് മാർഗതടസ്സം സൃഷ്ടിക്കണമെന്നായിരുന്നു ആഹ്വാനം. വിഘടനവാദപരമായ രാജ്യദ്രോഹപരമായ ഈ പ്രസംഗം കേട്ട് JNUവിലെ അതായത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സമരക്കാർ പോലും ഞെട്ടി. അത്രയ്ക്ക് നഗ്നമായ ഇന്ത്യ വിരുദ്ധതയായിരുന്നു ഉമർ ഖാലിദ് പ്രസംഗിച്ചത്. ഈ പ്രസംഗത്തിന്റെ വീഡിയോ ദില്ലി പോലീസ് സുപ്രീം കോടതിയിൽ തെളിവായി ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ ഇനി ഇത്തരം വേലത്തരങ്ങൾ ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ നടക്കില്ല എന്ന് ഇപ്പോഴത്തെ തലയ്ക്ക് രാഷ്ട്രീയം പിടിച്ച ഇടത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയാൽ നല്ലത്. അല്ലെങ്കിൽ ഉമർ ഖാലിദിനെ പോലെ ശിഷ്ടകാലം തിഹാർ ജയിലിൽ അന്തി ഉറങ്ങേണ്ടി വരും.